ഇന്ന് നമ്മൾ എൻജെ ഹീറ്റ് ഔട്ട് സീലിങ്ങിൻ്റെ ഒരു ഹീറ്റ് റെസിസ്റ്റിംഗ് കപ്പാസിറ്റി എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഫ്ലഡ് ലൈറ്റ് ആണ് നമ്മൾ ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത്, ചൂടിനെ ഈ ഹീറ്റ് ഔട്ട് സീലിങ്ങിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സെൻറ്റർ പോർഷനായിട്ട് നമ്മൾ നമ്മുടെ ഹീറ്റ് ഔട്ട് സീലിംഗ് കൊടുത്തിട്ടുണ്ട്. 2 ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 തെർമോമീറ്ററും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഹീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ നിലവിൽ ഇപ്പോൾ 23 ഡിഗ്രിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. താഴ്ഭാഗത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തെർമോമീറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് 23 ഡിഗ്രിയാണ്. ഇത് നമ്മളിതിലേക്ക് ചൂട് കൊടുത്തിട്ട് ഈ സെൻട്രൽ പോർഷനിൽ കിടക്കുന്ന ഹീറ്റ് ഔട്ട് സീലിംഗ് താഴ്ഭാഗത്തേക്ക് എത്രത്തോളം ഹീറ്റിനെ കടത്തി വിടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ലൈറ്റ് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഈ തെർമോമീറ്ററുകളിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ചു 23 ഡിഗ്രിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതാ ഏകദേശം കയറി വരുന്നുണ്ട്, 27 ഡിഗ്രി ആയിട്ടുണ്ട്. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് മാക്സിമം ചൂട് മുകളിൽ നിന്ന് കൊടുക്കും. താഴേക്ക് എത്രത്തോളം എത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഏകദേശം 41ഓളം ഡിഗ്രി ഇപ്പോൾ തന്നെ ചൂടായിട്ടുണ്ട്. പരമാവധി നമ്മൾ ചൂട് കൊടുത്തിട്ട് തന്നെയാണ് എക്സ്പെരിമെൻ്റ് നമ്മൾ ചെക്ക് ചെയ്യുക. 47 ഡിഗ്രി ചൂട് മുകളിൽ കൊടുക്കുമ്പോഴും താഴെ 23 ഡിഗ്രി തന്നെയാണ് ഇപ്പോഴും നമ്മുടെ തെർമോമീറ്റർ ഉള്ളത്. പരമാവധി ചൂട് ഇനിയും നമ്മളിതിലേക്ക് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിത് ചൂട് ഡയറക്റ്റാണ് കൊടുക്കുന്നതെങ്കിലും നിലവിൽ റൂഫ് ചെയ്ത ഏരിയകളിലായിരിക്കും നമ്മൾ സീൽ ചെയ്യുന്നത്. ഈ സീലിംഗ് ചെയ്യുന്നതിലേക്ക് ചൂട് ഒരിക്കലും നമ്മൾ ഇത്രത്തോളം ഫോഴ്സിൽ എന്തായാലും കിട്ടില്ല. എന്നിരുന്നാലും നമ്മളത് പരമാവധി കൊടുത്തിട്ട് തന്നെയാണ് ഈ എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റൂമിന് മുകളിലൊക്കെ നമ്മൾ ഇത് സീൽ ചെയ്താൽ, റെസിഡൻഷ്യൽ ആവട്ടെ കൊമേഴ്ഷ്യൽ ആവട്ടെ, ഏത് ഏരിയകളിലും നമ്മളിത് ചെയ്താൽ മുകളിൽ നിന്ന് ചൂട് എത്രത്തോളം നമുക്ക് തട്ടുന്നോ അതിനെ ഒട്ടും തന്നെ താഴേക്ക് കടത്തി വിടാത്ത ഒരു സിസ്റ്റമാണ് നമ്മുടെ ഹീറ്റ് ഔട്ട് സീലിംഗ് ശരിക്കും ചെയ്യുന്നത്. ഏകദേശം 70 ഡിഗ്രിയോളം നമ്മൾ ചൂട് കൊടുക്കാനായി, 67.8 ആയി. അപ്പോഴും ചെറിയൊരു മാറ്റം മാത്രമേ അപ്പുറത്ത് എത്തിയിട്ടുള്ളൂ. അവിടെയാണ് നമ്മൾ 95% എബവ് എന്നുള്ള ഒരു വലിയ ഒരു ഗ്യാരണ്ടി നമ്മൾ തരാൻ പറ്റുന്നത്. മുകൾ ഭാഗത്ത് നിന്ന് ഒരിക്കലും ചൂട് താഴെ ഭാഗത്തേക്ക് എത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന എക്സ്പെരിമെൻ്റ്. ഏകദേശം 77 ഡിഗ്രി നമ്മൾ ചൂട് നൽകി. താഴെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് ആ ചൂട് എത്തിയിട്ടില്ല എന്നുള്ളത്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഏകദേശം 85ഓളം ഡിഗ്രി 90-നടുത്ത് എത്താനായി. ഈ കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിലാണ്. ഏകദേശം 40 ഡിഗ്രിയോളം തൊട്ടടുത്ത് നമുക്ക് ചൂട് അവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ 80 ഡിഗ്രി എത്രത്തോളം അതിൻ്റെ കാഠിന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. താഴെ ഭാഗത്ത് ഒട്ടും തന്നെ കടത്തി വിടാത്ത ഒരു ഫോമും തെർമൽ ഇൻസുലേറ്റഡ് കോട്ടിങ്ങും പോളിയൂറത്തേൻ ഫോമും അലൂമിനിയം സിങ്ക് കോട്ടഡ് മെറ്റൽ ഷീറ്റുമായിട്ട് ഹീറ്റ് ഔട്ട് സീലിംഗ് 3 ലെയർ 16 mm തിക്നെസ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം 7ഓളം കളേഴ്സിൽ ഇന്ന് എൻജെയിൽ അവൈലബിൾ ആണ്. എന്താവശ്യത്തിനും ഏത് രീതിയിലുള്ള റൂഫിംഗ് സീലിംഗ് ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻജെയെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ താഴെ കൊടുക്കുന്നതാണ്.